അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാധനം അച്ഛൻ വന്ന് പെട്ടെന്ന് കൈ വെക്കുമ്പോഴേക്കും പുറത്തുനിന്ന് എന്തോ ഒരു സാധനം വന്നിട്ട് ഇങ്ങനെ അടിക്കും. എന്നിട്ട് നമ്മൾ ഭയങ്കര സൂപ്പർ പവർ ആവും. അലക്കിയിട്ട് ടവലിന്റെ ആരും ഉറക്കം ഇങ്ങനെ അവിടെ കുഴപ്പമില്ല. അപ്പൊ എനിക്കത് കൊടുക്കരുത്. പക്ഷെ പരിശുദ്ധാന്ന് പറയുന്നത് അവിടെ നേക്കരുത്, അവിടെ തന്നെ ഇരുന്നോ, അത് നമ്മൾ എടുത്തിട്ട് പൊക്കോട്ടെ, കുഴപ്പമില്ല. ഒരു അച്ഛനാകാൻ ഞാൻ ഇങ്ങനെ താല്പര്യം വരും ഒരിക്കലും. പരിശുദ്ധാത്മ ഒരു ആഗ്രഹം തീക്ഷ്ണമായി നമ്മുടെ ഇങ്ങനെ എന്റെ മനസ്സിലിങ്ങനെ നിറച്ചപ്പോഴാണ് അതിനെ വേറെ മറ്റെല്ലാ ആഗ്രഹത്തെക്കാട്ടും ഒരു ഒരു ഭയങ്കര ഒരു നമ്മളെ തീപിടിപ്പിക്കുന്ന ഒരു ആഗ്രഹമില്ലേ, അങ്ങനത്തെ ഒരു ആഗ്രഹം വരും. എല്ലാവരോട് ചോദിച്ചു, നിങ്ങൾ പരിശുദ്ധാത്മാവ് കയറിയോ എന്ന് ചോദിച്ചു. നിങ്ങൾ പരിശുദ്ധാത്മാവ് കയറിയോ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും ആള് പറഞ്ഞു കൊടുത്തു. ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. നമ്മുടെ ലൈഫില് ഇപ്പം നമ്മളിങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ഏറ്റവും കൂടുതൽ ലൈഫിൽ കീപ്പ് ചെയ്യേണ്ട കാര്യം എന്തായിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഏറ്റവും കൂടുതൽ നമുക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യം ഈശോ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴേ ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് നമുക്ക് എന്താണ് ഏറ്റവും മെയിൻ ആയിട്ട് വേണ്ടത്? ഈശോ അറിഞ്ഞു കഴിഞ്ഞിട്ട് മുമ്പോട്ട് പോകണല്ലോ. ഈശോ അറിഞ്ഞിട്ടേ അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് എന്താണ് വേണ്ടതായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യം എന്താ? എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഈശോയില് മുന്നോട്ട് പോകുമ്പം എനിക്ക് ഫസ്റ്റ് എന്റെ മനസ്സിലോട്ട് വരുന്ന കുർബാനയാണ്. കുർബാന വേണം. കുർബാന ഇല്ലാതെ ഈശോ ഇല്ലല്ലോ. കുർബാനയ്ക്ക് പോകുന്നുള്ളതും അതാണ്. അപ്പം ഞാനിങ്ങനെ കുർബാനയ്ക്ക് പോവാത്ത ഒരു ദിവസം പോലും ഉണ്ടാകരുതേന്നേ. കുർബാനയ്ക്ക് പോകുന്ന ഈശോ സ്വീകരിക്കാത്ത ഒരു ദിവസം പോലും എന്റെ ജീവിതത്തിൽ ഉണ്ടാവരുത്. അങ്ങനെ അഥവാ അങ്ങനെ ഉണ്ടാവരുതെന്നുള്ളതേ. അപ്പം അങ്ങനെ കുർബാന എന്നുള്ളൊരു സാധനമാണ് ഈശോയിലേക്ക് കൂടുതൽ നമ്മൾ നിലനിർത്തുന്നതും അതിനുവേണ്ടി ഒരുങ്ങുകയും പ്രാർത്ഥിക്കുകയും കുർബാനയില് മുഴുവനായിട്ട് പങ്കുകൊള്ളുകയൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ പെട്ടെന്ന് കുർബാനയാണ് എന്റെ മനസ്സിലോട്ട്. കുർബാനയ്ക്ക് പോകുമ്പോ എന്താണ് നമുക്ക് നമ്മളെ കുർബാനയ്ക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണ്? കുർബാനയ്ക്ക് പോകുന്നത് എന്തിനു വേണ്ടിയാണോ? കുർബാനയ്ക്ക് പോകുന്നത് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിക്കുവാണെങ്കിൽ പറയുമ്പോ ഞാനിങ്ങനെ ഈശോ സ്വീകരിക്കാനാണ് പറയുള്ളൂ. ഈശോ വരുവാണല്ലോ, ഉള്ളിലോട്ട് ഈശോ വരുവാണല്ലോ. അപ്പം ഓരോ ദിവസം നമുക്ക് വേറെ ഒന്നും വേണ്ട എന്നുള്ളതേ. ഈശോ ഇങ്ങനെ കയറുവാണല്ലോ. ഈശോ ഇങ്ങനെ ഉള്ളിലോട്ട് കയറുന്നു. ഈശോ ഇങ്ങനെ കയറാം. അപ്പം ഒരു ദിവസം ഞാൻ പോയില്ലെങ്കിൽ അത് വരത്തില്ലോ. അപ്പൊ ആ ഒരു സാധനം ഈശോ വരത്തില്ലോ, ഈശോന്റെ ഉള്ളിൽ വരത്തില്ലോ. അപ്പൊ ആ ഒരു സാധനം അതിനു വേണ്ടിയിട്ടേ ഈശോന്റെ ഉള്ളിൽ കയറാനാണ് ഞാൻ പോകുന്നത് എന്നുള്ളത്. അങ്ങനെ അമലജിറ്റി ബ്രദറൊക്കെ എന്തോ ഇങ്ങനെ നോക്കി എന്തേലും പറ. എന്റെ ഒരു അഭിപ്രായത്തിലേ ഇപ്പൊ ആശയോട് ചോദിച്ചപ്പോ എനിക്ക് തോന്നിയൊരു കാര്യം, ഇപ്പൊ നമുക്ക് കുർബാനയാണേലും എല്ലാം നമുക്കതൊരു അനുഭവം ആകണമെങ്കിൽ ഇപ്പൊ ഈശോയെ സ്നേഹിക്കണേ തന്നെ നമുക്ക് വേണ്ട ഒരു സാധനം പരിശുദ്ധാത്മാവ അല്ലെ. എല്ലാ യുഗത്തിനും ഓരോ ഉണ്ട്. പഴയ നിമിത്തിലാണെങ്കിൽ പിതാവ്, പിന്നെ പുതിയ നിമിത്തിലോട്ട് വരികയാണെങ്കിൽ ഈശോയുടെ ഒരു കാലഘട്ടം, ഇപ്പൊ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ ഒരു കാലഘട്ടം. അപ്പം ഈശോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഈശോ പഠിപ്പിച്ച കാര്യങ്ങളെ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത് പരിശുദ്ധാത്മാവ. അപ്പം എന്റെ ഈ ഒരു കുറച്ച് നാളായിട്ട് എനിക്ക് കിട്ടിയൊരു ബോധ്യമാണ്, പരിശുദ്ധാത്മാവില്ലാണ്ട് എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ഒരു വിരൽ പോലും അനക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം പരിശുദ്ധാത്മാവില്ലാണ്ട് ഒന്നും നടക്കത്തില്ല, ഒന്നും. ഇപ്പൊ ഈ പറഞ്ഞ പോലെ വിശുദ്ധ കുർബാനയെ സ്നേഹിക്കാനാണേലും അത് അനുഭവിക്കാനാണേലും ഈശോനെ സ്നേഹിക്കാനാണേലും ഈശോനെ അനുഭവിക്കാനാണേലും എന്തിനും പരിശുദ്ധാത്മാവ് വേണം. അപ്പൊ അതിനകത്തൊരു പോയിന്റ് ഉണ്ട്. അതിനകത്ത് ഇങ്ങനെ ഇപ്പൊ നമ്മൾ കാണുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് ഇല്ലാതെ നടക്കില്ല എന്ന് പറയുമ്പോഴും നമ്മളിങ്ങനെ ഈ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കുന്നില്ല. നമ്മളിങ്ങനെ ബൈബിളിൽ ഈശോ ഇങ്ങനെ കൃത്യമായിട്ട് പറയുന്ന ഒരു സാധനമുണ്ട്, നിങ്ങൾ തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്ര അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷെ ആൾക്കാരിങ്ങനെ പരിശുദ്ധാത്മാവിന് വേണ്ടി ഈ ചോദിക്കുന്നത് ഒരു സമയത്ത് മാത്രം, അതായത് ഈ ധ്യാനത്തിന്റെ അവസാന ദിവസം, പരിശുദ്ധാഭിഷേകത്തിന്റെ ദിവസം ആൾക്കാർ പരിശുദ്ധാത്മാവിന് വേണ്ടി ചോദിക്കും. പക്ഷെ അല്ലാതെ പരിശുദ്ധാത്മാവിന് വേണ്ടി ആരും അങ്ങനെ ഈ ഡെയിലി ലൈഫിൽ എനിക്ക് പ്രേയറിന്റെ സമയത്ത് പരിശുദ്ധാത്മാവിനെ ചോദിക്കാൻ പറ്റുവാണെങ്കിൽ, അങ്ങനെ എന്റെ ലൈഫിൽ അത് പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്നതിന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ അന്വേഷിക്കും, കണ്ടെത്തും, മുട്ടും നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്നിട്ട് തന്നോട് ചോദിക്കുന്നത് എത്ര അധികം പരിശുദ്ധാത്മ നൽകുകയില്ല. പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ തരുമെന്ന് ഈശോ പറഞ്ഞു പോവാ. എന്നിട്ട് നമ്മൾ അത് ഡെയിലി ലൈഫിൽ ചോദിക്കുന്നില്ല. അത് ചോദിക്കുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്ന പരിശുദ്ധാത്മാവിനേക്കാൾ കൂടുതലായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ആ ഒരു കൺസെപ്റ്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സത്യത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ആ ഒരു സത്യത്തിലേക്ക് അത് ജസ്റ്റിൻ ബ്രോയുടെ ഈ മിഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. അപ്പൊ ഈ സമയങ്ങളിൽ ഇതൊക്കെ എന്താ ജസ്റ്റിൻ ബ്രോ മിഷൻ ആണല്ലോ. അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ എങ്ങനെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? പരിശുദ്ധാത്മാവാണ് നമ്മളെ നയിക്കുന്നത്. അത് നമ്മള്
വിസിബിളായി ഇൻവിസിബിളായും പരിശുദ്ധാത്മാവ് നമ്മുടെ ആ ഒരു കൃപകള് നമ്മള് കർത്താവിനെ ഇപ്പം ബ്രദർ ചോദിച്ച പോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഞാനും ദൈവത്തിനുള്ള സ്നേഹം വളരുമ്പോൾ എന്താണ് പിന്നെ മുൻപോട്ടുള്ള സ്റ്റെപ്സുകൾ എന്ന് പറയുമ്പോൾ കർത്താവ് ദൈവം സ്നേഹമാണെന്ന് പറയുന്നുണ്ടല്ലോ വചനം. ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ ആ ഈ സ്നേഹം അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാണ് നമുക്ക് ലഭിക്കുക നമ്മുടെ പരിശുദ്ധാത്മാവ് വരുമ്പോൾ. അപ്പം ഈ സ്നേഹത്തിന്റെ നമ്മൾ സ്നേഹിക്കുമ്പോഴാണ് നമ്മുടെ കർത്താവ് പറയുന്നുണ്ടല്ലോ യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ കൽപ്പനകളൊക്കെ പാലിക്കും. അപ്പോൾ ഒരു നമുക്കിങ്ങനെ സ്നേഹം ഒരു ഒബീഡിയൻസും കൂടെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് കർത്താവിന്റെ കൽപ്പനകൾ പാലിക്കുക, കർത്താവ് പറഞ്ഞത് പാലിക്കുക, നമ്മൾ ജീവിക്കുക. അത് ജീവിത രീതി നമ്മുടെ മാറുന്നുണ്ട്. നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളെ വരുമ്പോൾ നമ്മുടെ ജീവിത രീതി മാറുന്നുണ്ട്, നമ്മുടെ പഴയ ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട്, മറ്റുള്ളവരോട് ഇടപെടുന്നതൊക്കെ മാറുന്നുണ്ട്. അപ്പൊ കർത്താവിനോട് സ്നേഹം വരുമ്പോൾ നമ്മളും ദൈവമായ ഒരു ഹൊറിസോണ്ടൽ ചേഞ്ച് മാറുന്നുണ്ട്. ഹൊറിസോണ്ടൽ ചേഞ്ച് കണക്ഷനുണ്ട്, ഒരു വെർട്ടിക്കൽ കണക്ഷൻ ഉണ്ട് അല്ലെ. നമുക്കൊരു കണക്ഷന് ദൈവമായിട്ടൊരു കണക്ഷനും സഹോദര ബന്ധങ്ങളോടുള്ള സ്നേഹവും അതൊക്കെ വളരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മൾ എന്താണ് ഈ ഒരു ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമുക്കിങ്ങനെ വരങ്ങളാലും ഫലങ്ങളാലൊക്കെ നിറയുമ്പോൾ നമുക്ക് കർത്താവില് ഈ ഒരു സ്നേഹത്തിൽ വളരാനൊക്കെ നമുക്ക് സാധിക്കും, മറ്റുള്ളവരോട് സ്നേഹിക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കാര്യം ഈ പറഞ്ഞപ്പോ ഒരു കാര്യം ഓർക്കണേ, വരങ്ങളാലും ഫലങ്ങളാലും നിറയണം എന്ന് പറഞ്ഞപ്പോ ഒരു കാര്യം എന്ന് പറഞ്ഞാലേ, ഇപ്പൊ നമ്മളിങ്ങനെ ഈ പരിശുദ്ധാത്മാവിനെ ചോദിക്കണം എന്ന് എല്ലാവരോടും പറയുമ്പം എല്ലാവരുടെ ഉള്ളിൽ ഈ കിടക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മാവിനെ ചോദിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഈ നിൽക്കുന്ന നമ്മളിങ്ങനെ ഇങ്ങനെ എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ താറഞ്ഞു വീഴുന്ന ആ ഈ ഒരു വരത്തിന് വേണ്ടി ചോദിക്കാത്ത ഒരു സാധനം പെട്ടെന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് വരും. ബൈബിൾ വാചന ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാം. ഫലത്തിൽ തന്നെ നമ്മളിങ്ങനെ ഒരു പരിശുദ്ധാത്മ ചോദിക്കാന്ന് പറഞ്ഞാല് ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ ചോദിക്കേണ്ടത് ഫലമാണ്. ഫലം. വരം നമ്മൾ ചോദിക്കേണ്ടത് സഭയെ പടുത്തു ഉയർത്താൻ വേണ്ടിയാണ്. വരം നമുക്ക് കിട്ടിയാൽ നമുക്ക് പ്രവചനപരം, ഭാഷാപരം ഇതെല്ലാം നമുക്ക് വേണം. ഇത് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് സഭയെ പടുത്തു ഉയർത്താൻ പറ്റും, ആൾക്കാരെ ആത്മാവിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, ഈശ്വരനെ നയിക്കാൻ പറ്റും. പക്ഷെ ഫലം നമ്മുടെ ആത്മാവിന് വേണ്ടിയാണ്. നമ്മൾ സ്നേഹത്തിൽ നിറയുന്നു, നമ്മൾ വിശ്വാസത്തിൽ നിറയുന്നു, വിശുദ്ധി നിറയുന്നു. അപ്പൊ അത് ഈശോ ആഗ്രഹിക്കുന്നത് പോലെ വളരാൻ വേണ്ടി നമുക്ക് ഫലം വേണം. പക്ഷെ ഇതങ്ങനെ ചോദിക്കാൻ പറയുമ്പോൾ ഒരു കാരണവശാലും നമ്മളിങ്ങനെ ഈ വരം മാത്രമായിട്ട് ചോദിക്കരുത്. ഫലം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ ചില ആൾക്കാരെ കാണുമ്പോഴേ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ പലപ്പോഴും നമ്മൾ ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ചില മനുഷ്യരൊക്കെ, ചില ഭയങ്കര വരങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരൊക്കെ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ചിലപ്പോൾ അവര് ഭയങ്കര റോങ് ആൾക്കാരായിരിക്കും. അപ്പൊ ഞാനിങ്ങനെ ചില ആൾക്കാർ ഭയങ്കര റോങ് ആണെന്ന് അറിയുമ്പോഴേക്കും എനിക്ക് ഭയങ്കര എനിക്ക് ഞെട്ടലുണ്ടാവാറൊന്നുമില്ല. അപ്പൊ ആദ്യമൊക്കെ ഞെട്ടലുണ്ടാവുമായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ഈ ഫലത്തിലേക്ക് കോൺസെൻട്രേറ്റ്, ആദ്യം വരത്തിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. വരം ഒരാൾ ഒയ്യോ ഭയങ്കര സംഭവമാണല്ലോ. പക്ഷെ ഫലമില്ല എന്നൊരു സാധനം നമ്മള് ഫലമാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുമ്പോഴേക്കും നമ്മൾ ഒരാളെ നോക്കുമ്പോൾ അയാളുടെ ഫലം നോക്കും. നമ്മൾ വരം നോക്കാതെ ഫലം നോക്കും. ഫലം ഉണ്ടോ എന്നൊരു സാധനം നോക്കും. അപ്പൊ ഫലം നോക്കുമ്പോഴാണ് നമുക്ക് ഫലം ഉണ്ടെങ്കിലാണ് അയാള് ഈശോയുടെ ട്രാക്കിൽ പോകുന്നതേ. വരം നമ്മള് ആ ഒരു സാധനം കൂടെ ചേർത്ത് പറയുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ചോദിക്കുന്ന സാധനം ഒന്ന് പൂർണ്ണമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെ, ഇപ്പൊ നേരത്തെ പറഞ്ഞ കുർബാനയില് ഉള്ള ഒരു സാധനമാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവെന്ന് അറിയണം. പരിശുദ്ധാത്മാവിനെ അറിയിപ്പോ എപ്പോഴും ഇങ്ങനെ പരിശുദ്ധാത്മാവിനെ നിറയാൻ വേണ്ടി ഇങ്ങനെ ഡാനിലച്ചൻ ഇങ്ങനെ ധ്യാനിപ്പിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ പറയുന്ന കേട്ടില്ല, ഇങ്ങനെ അവരോട് പരിശുദ്ധാത്മാവ് പറയാൻ വേണ്ടി തന്നെ അങ്ങനെ ദാഹിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങനെ ചോദിപ്പിക്കുന്നേ. അങ്ങനെ ഒരു ദാഹം ഉണ്ടാകും നമുക്ക്. വെച്ചാൽ നമ്മള് പാട്ടിലൊക്കെ പറയുന്നത് ദാഹിച്ചു പിന്നെ ഞാൻ തേടുന്നതൊക്കെ അങ്ങനെ പാടി നമ്മള് അങ്ങനെ പരിശുദ്ധാത്മാവിനെ ചോദിച്ച് ശരിക്കും പരിശുദ്ധാത്മാവിന് ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ കത്തിക്കണം എന്നുള്ളതേ. ഇപ്പൊ എന്നോട് ഇങ്ങനെ ഒരു ചേച്ചി ഇങ്ങനെ ചോദിച്ചേ, ഇങ്ങനെ ഇത് പറഞ്ഞപ്പോ ഇങ്ങനെ പരിശുദ്ധാത്മാവിന്റെ കാര്യം പറഞ്ഞപ്പോ ഇങ്ങനെ ഓർത്തതാ. ഒരു ചേച്ചി ഇങ്ങനെ പറഞ്ഞു, ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പഴയ നിയമത്തിലുള്ള പോലെ ഇപ്പോഴും അങ്ങനെയാണോ എന്ന് വെച്ചാൽ ഇങ്ങനെ പുറമേന്നൊരു സാധനം ഒരു അച്ഛൻ തലയെ കൈ വെക്കുമ്പം പെട്ടെന്ന് പരിശുദ്ധാത്മാവ് വരുന്നു, അപ്പം കത്തുന്നു, പുറത്തുനിന്ന് ഒരു പവർ വന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറുന്നു, അങ്ങനെയാണോ എന്നുള്ളതേ. അപ്പൊ ഞാൻ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ മാമോദീസായിൽ എല്ലാവർക്കും പരിശുദ്ധാത്മാവ് ഉണ്ടല്ലോ ഉള്ളില്. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാണ് ഈ ജ്വലിക്കുന്നത്. ഉള്ളിലുള്ള സാധനങ്ങളാണ് ഉള്ളിലുള്ള പരിശുദ്ധാത്മാവാ ജ്വലിക്കുന്നത്.
അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാധനം. അച്ഛൻ വന്ന് പെട്ടെന്ന് കൈ കേൾക്കുമ്പോഴേക്കും പുറത്തുനിന്ന് എന്തോ ഒരു സാധനം വന്നിട്ട് ഇങ്ങനെ അടിക്കും. എന്നിട്ട് നമ്മൾ ഭയങ്കര സൂപ്പർ പവർ ആവും. അങ്ങനെ ഒരു സാധനമായി. അപ്പം അങ്ങനെയല്ല, നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പരിശുദ്ധാത്മ ഉണ്ടെന്നുള്ള ഒരു ഇതേ. അപ്പൊ അതിനെ നമ്മൾ കത്തി ജ്വലിപ്പിക്കാനുള്ള ഇതാണ് കുർബാന, ഉച്ച കുർബാനയും വചന വായനയും അങ്ങനെ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ഈ പരിശുദ്ധാത്മ കത്തും എന്നുള്ള ഒരു സാധനമായി. അപ്പൊ ഞാനിതിങ്ങനെ പറഞ്ഞു. പണ്ടൊരു ഒരു പ്രോഗ്രാം നടത്തിയ സമയത്ത് ഇങ്ങനെ ആ കൊച്ചിങ്ങനെ ചോദിച്ചു, എംസി ആ കൊച്ചിങ്ങനെ കേറിയ നല്ല കുട്ടി, അവളുള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്, അത് ജ്വലിക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൊ കൊച്ചു ചോദിക്കുന്നത് വെള്ളി പരിശുദ്ധ കേറിയൊരു കൈവയ്ക്കുക, പരിശുദ്ധ കേറിയൊരു കൈവയ്ക്കുക എന്നൊരു സാധനം. നാഷണലി പറഞ്ഞപ്പോ ഞാൻ പെട്ടെന്ന് ഓർത്തു. അമല എന്താ പറയാൻ തുടങ്ങി, എന്താ അമല പറയാൻ തുടങ്ങി? പിന്നെ ഉണ്ടല്ലോ, എനിക്ക് ഈ ഇടയിൽ കിട്ടിയ ഒരു സംഭവമാണ്. അതായത് എനിക്ക് ഞാനിപ്പോ പരിശുദ്ധാത്മാവിന് വേണ്ടി ഭയങ്കര ദാഹിക്കുന്ന സമയമാണ്. ഭയങ്കരമായിട്ട് കുറെ നാളായിട്ട് ഭയങ്കരമായിട്ട് ദാഹമാണ്. എന്നുവെച്ചാൽ ഈ ഡാനിയൽ അച്ഛന്റെ, പ്രത്യേകിച്ച് ഡൊമിനിക് അച്ഛന്റെ ടോക്കൊക്കെ കേൾക്കുമ്പോ ഇങ്ങനെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് മാത്രം മതി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കത്തൂരോ. അപ്പൊ ഞാനിങ്ങനെ ആഗ്രഹിക്കുമായിരുന്നു, ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച. എല്ലാ ദിവസവും രാവിലെ ഞാൻ എഴുന്നേൽക്കുമ്പോൾ വേറെ ഒന്നും ചെയ്യില്ല. രാവിലെ എഴുന്നേറ്റിട്ട് കുറെ പരിശുദ്ധാത്മാവിന്റെ വചനം പഠിക്കുന്നു, പറയുന്നു, എഴുന്നള്ളി വരണേ, ഇങ്ങനെ ഫുള്ള് സമർപ്പിക്കുക, ഭയങ്കരമായിട്ട് ഇങ്ങനെ സമർപ്പിക്കുക. അപ്പൊ നമുക്കിങ്ങനെ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് എടുത്തു നോക്കുമ്പോൾ അറിയാം, നമുക്ക് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന അറിയാൻ പറ്റും. കാരണം ചില സിറ്റുവേഷനൊക്കെ നമുക്ക് ഇങ്ങനെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് അറിയും. ചില വാക്കുതർക്കങ്ങളോടൊന്നും പോകാണ്ടിരിക്കും, പറയും ഈ ഒരു സാധനത്തോട് നീ റെസ്പോണ്ട് ചെയ്യേണ്ട, ഇങ്ങനെയൊക്കെ നമുക്ക് ഉള്ളിൽ പ്രേരണ കിട്ടുമല്ലോ. അപ്പം ഈ ഇടയിൽ എനിക്ക് ഉണ്ടായ ഒരു അനുഭവമാണ്. വെച്ചാല് ഇങ്ങനെ വീട്ടില് അനീത്തി ഞാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ ചെറിയ സൗന്ദര്യപ്പടക്കം അങ്ങനെ അടിക്കുണ്ടാകും. അപ്പൊ അങ്ങനെ ഒരു സമയത്ത് ഒരു ദിവസം ഇങ്ങനെ അവള് എനിക്കൊരു ടവൽ കൊടുക്കാൻ മടി അവൾക്ക്. എന്റെ എനിക്ക് ടവൽ കൊടുക്കാൻ ഭയങ്കര മടി അവളുടെ അടുത്ത്. അപ്പൊ അവളിങ്ങനെ ടവലിന്റെ കാര്യം അവിടെ അടുക്കളയിൽ പറഞ്ഞു. ഞാനപ്പോ എന്റെ അലക്കിയിട്ട ടവലിന്റെ കാര്യം ഓർക്കും ഇങ്ങനെ അവിടെ കിടപ്പില്ല. അപ്പൊ എനിക്കത് കൊടുക്കരുത്. പക്ഷെ പരിശുദ്ധാത്മ പറയുന്നത് അവിടെ നേക്കരുത്, അവിടെ തന്നെ ഇരുന്നോ, അത് അവൾ എടുത്തിട്ട് പൊക്കോട്ടെ, കുഴപ്പമില്ല. ഇത് എന്റെ മനസ്സിൽ കറക്റ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്റെ ഉള്ളില് എന്റെ ടവൽ എടുത്താൽ എനിക്ക് എനിക്ക് പറ്റത്തില്ല. അപ്പൊ ഇതിങ്ങനെ കിടക്കുക. എന്നിട്ട് ഞാൻ എന്നിട്ട് അവളോട് ടവൽ എടുക്കരുത് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര ഒരു കുത്തല്, അയ്യോ അത് പറയണ്ടായിരുന്നോ. നമ്മൾ കൊടുത്തു പഠിക്കണമല്ലോ, നമ്മൾ ഇത്ര ഇതായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു സംഭവം. എന്നിട്ട് ഭയങ്കര വിഷമം. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം കുർബാനയ്ക്ക് വന്നപ്പോ ഈശോ ഇങ്ങനെ എന്നോട് പറയാ, നീ ഇങ്ങനെ ഒരാളെ വിളിച്ചു നിർത്തി അപമാനിക്കുന്ന എന്തിനാ? ആ ഒരു സെറ്റപ്പില്ലേ. അതായത് ഇങ്ങനെ ഒരു വചനമില്ലേ, ജെറമ്യ 13:17, നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരത്തിൽ ചൊല്ലി രഹസ്യത്തിൽ എന്റെ ആത്മാവ് കരയും. അതായത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാ. അപ്പം നമ്മൾ ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു വ്യക്തിനെ നമ്മുടെ ലൈഫിലോട്ട് വിളിക്കുക, എന്റെ എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തോ എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ നമ്മുടെ ലൈഫിലോട്ട് ഭയങ്കരമായിട്ട് വിളിച്ചു വരുത്തുക. നീ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്റെ എല്ലാ കാര്യങ്ങളും നീ നോക്കിയോ. ആള് വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു പർട്ടിക്കുലർ സാധനം മാത്രം, നമുക്ക് ഇഷ്ടമുള്ള സാധനം മാറ്റി വെച്ചിട്ട് ഇന്ന കാര്യങ്ങൾ നീ ഇടപെടണ്ടെന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ മാത്രം മാറ്റി വെച്ചിട്ട് ഇന്ന കാര്യങ്ങൾ നമ്മൾ മാറ്റി വെക്കുമ്പോൾ ആ വ്യക്തിക്ക് അത് വിഷമാവും. എന്ന് പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിനെ നമ്മൾ വിളിച്ചു വരുത്തിയിട്ട് പരിശുദ്ധാത്മാവ് പറയുന്ന കാര്യം കേൾക്കാൻ നമുക്ക് സന്നദ്ധ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തി, അപ്പൊ പരിശുദ്ധാത്മാവിന് അത് വിഷമാവും. അപ്പം ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അപ്പം പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് പറയുന്ന അനുസരിക്കണം, ഐക്യപ്പെട്ടു പോകണം. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആഗ്രഹിച്ചാൽ മാത്രം പോരാ, പക്ഷെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവോട് ഐക്യപ്പെട്ടു പോകാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഭയങ്കര ഇന്നത്തെ കാലഘട്ടത്തിൽ ആൾക്കാർ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മിസ്റ്റേക്കാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടായ സംഭവം. അതെനിക്ക് ഭയങ്കര ഒരു അനുഭവമായിരുന്നേ. ഈയിടെ ഞാനത് പഠിച്ചൊരു സംഭവമാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഇങ്ങനെ ഒരു GPS സിഗ്നൽ പോലെ നമ്മളിങ്ങനെ ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോ ഇങ്ങനെ ചില ട്രാക്കുകൾ നമ്മൾ എടുക്കുമ്പോൾ, ചില ഡിസിഷൻസ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഇത് എനിക്ക് ചിലപ്പോ ഈ സ്വരം കേൾക്കും, ഇത് എന്റെ സ്വരമാണോ ദൈവത്തിന്റെ സ്വരമാണോ, ഒരു കൺഫ്യൂഷന്. അത് ഒരു ഡൗട്ടാണ്. ഇത് ഞാൻ ചിന്തിക്കുന്നതാണോ അതോ ദൈവം പറയുന്നതാണോ? അതൊരു അങ്ങനെ ഒരു കൺഫ്യൂഷൻ എപ്പോഴും വരാറുണ്ട്, ഇങ്ങനെ ചിന്തിക്കും. അപ്പം അത് നമ്മുടെ ചിലപ്പോ ഒക്കെ ഒരു ലീപ്പ് ഓഫ് ഫെയ്ത്ത് എടുക്കേണ്ടി വരും. നമ്മള് ഒരു അല്ലെ, ഞാനിങ്ങനെ പലപ്പോഴും ചെയ്യാറുണ്ട്. ഞാൻ ചിന്തിക്കുന്നത്, ഇത് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കർത്താവിന്റെ മഹത്വത്തിനാണെങ്കിൽ ഇത് ചെയ്യുക. ഇപ്പം അത് നേരെ അല്ലെങ്കിലും കർത്താവ് അതിനെ റൈറ്റ് ട്രാക്ക് അല്ലെങ്കിൽ അതിനെ റൈറ്റ് ട്രാക്കിലോട്ട് മാറ്റും. തിന്മയാണെങ്കിലും അത് നന്മയാക്കി മാറ്റുന്ന നിറവുകളാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പല ഇങ്ങനെ കർത്താവ് ഇപ്പൊ എന്റെ വൊക്കേഷൻ ആണെങ്കിലും അതുപോലെ തന്നെയായിരുന്നു. എനിക്കറിയത്തില്ലായിരുന്നു ഞാനിങ്ങനെ ഒരു ലൈഫ് സ്റ്റൈലിൽ പോകും, അല്ലെങ്കിൽ ഈ ഒരു അച്ഛനാകാൻ ഞാനിങ്ങനെ താല്പര്യം വരുമെന്ന് ഒരിക്കലും. അത് ഒരു പരിശുദ്ധാത്മാവിന്റെ ഒരു പ്രേരണയാണ്. പരിശുദ്ധാത്മാവ് ഒരു ആഗ്രഹം തീക്ഷ്ണമായി നമ്മളിങ്ങനെ എന്റെ മനസ്സിൽ ഇങ്ങനെ നിറച്ചപ്പോഴാണ്
അതിനെ വേറെ മറ്റെല്ലാ ആഗ്രഹത്തെക്കാട്ടും ഒരു ഒരു ഭയങ്കര ഒരു നമ്മളെ തീപിടിപ്പിക്കുന്ന ഒരു ആഗ്രഹമില്ലേ, അങ്ങനത്തെ ഒരു ആഗ്രഹം വരും. ആ ആഗ്രഹം ആ ആ ആഗ്രഹത്തിനോടൊരു ചിലപ്പോ യെസ് പറയുക, അല്ലെങ്കിൽ ചില കാര്യത്തിനൊക്കെ നോ പറയുക, അതൊക്കെ ഒരു ഒരു ഭയങ്കര സ്ട്രോങ് ഡിസയർ ഈ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകാറുണ്ട്. അപ്പൊ അതിനെയൊക്കെ നമ്മള് ആ, കൂടെ നിന്ന് പറയുകയും അതിനോട് സപ്പോർട്ട് ചെയ്ത് പരിശുദ്ധാത്മാവിന്റെ കൂടെ നടക്കാനൊക്കെ ആ, ഞാൻ ഇങ്ങനെ പലപ്പോഴും അങ്ങനെ അങ്ങനെ നോക്കാറുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മളെ കൂടെ നിർത്താനും നയിക്കാനും ഒക്കെ നമ്മളെ എല്ലാ നമ്മുടെ സ്വരങ്ങളെ മനസ്സിലാക്കി, ആ അല്ല, ദൈവത്തിന്റെ സ്വരം മനസ്സിലാക്കി അതിനോട് ചേർന്ന് പ്രവർത്തിക്കാനേ. യെസ്, അതായത് ഞാൻ പറയട്ടെ, ഞാൻ ഞാനത് പറയാം. ഈ ബ്രദർ ഇങ്ങനെ പറഞ്ഞപ്പോഴേ ഒരു സാധനേ ഓർമ്മ വന്നേ. ഞാൻ അമല ചേച്ചി പറഞ്ഞപ്പോഴേ അത് ഓർമ്മ വന്നു. ബ്രദർ ഇത് നമ്മൾ പറഞ്ഞപ്പോ അത് ശരിക്കും അത് തന്നെ ഓർമ്മ വന്നു. എന്നാന്നറിയോ, ഈ പരിശുദ്ധ ആ ഒരു സാധനേ, അപ്പം നമുക്ക് ഈ തോന്നൽ സാധനം ഉണ്ടല്ലോ, നമുക്ക് തോന്നലിനെ ഒരു ദിവസം ഞാന് ഈ സംഭവം ഉണ്ടായത്. ഞാന് വണ്ടി സ്കൂട്ടി ഓടിക്കാൻ വേണ്ടി പോവാ. അപ്പം ഓടിച്ചു പോവാ. അപ്പം അല്ല, വണ്ടി എടുക്കുക. അപ്പം ഇവിടെ അടുത്താ വീടേ. ഞാൻ ഡ്രസ്സ് മേടിച്ചത്, ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തത് മേടിക്കാൻ വേണ്ടിട്ട് പോണം. നടന്നു പോയാൽ മതി. എന്നാ പക്ഷെ പെട്ടെന്ന് പോയിട്ട് വരണോണ്ട് നമ്മൾ കൂട്ടെടുത്ത് പോവും. അപ്പം ഇച്ചിരി ഉള്ളൂ. അപ്പം എന്തിനാ ഹെൽമെറ്റ് വെക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാന് പിന്നെ കൂട്ടെടുത്തു. അപ്പം ഞാൻ വണ്ടി കയറിയതും എനിക്ക് പെട്ടെന്ന് ഹെൽമെറ്റ് വെക്കാൻ ഇങ്ങനെ തോന്നുക. ചുമ്മാ ഇങ്ങനെ ചിന്ത വരുവാ, ഹെൽമെറ്റ് വെക്കണം, ചുമ്മാ തോന്നുന്നു. പക്ഷെ ഞാൻ ഇച്ചിരി, അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു സാധനം തലോട്ട് വന്നപ്പം ഞാൻ ഇച്ചിരി അല്ലേ ഉള്ളൂ, എടുക്കുന്നില്ല, എന്തിനാ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോയി. നോക്കുമ്പോ ഇച്ചിരി ഞാൻ എടുത്തത്, വണ്ടി ഇറങ്ങിയത് പോലീസിനെ കണ്ടു. ആ ഒരു ഫോട്ടോ എടുത്ത് പോയി. എന്നിട്ട് എടുത്തോണ്ട് പോയേ. അത് കഴിഞ്ഞ് പിന്നെയും രണ്ടാമത് എന്നാ പിന്നെ പള്ളി പോയ രണ്ടാമത് പിന്നെയും വണ്ടി എടുത്തു. വണ്ടി എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെയും ഇങ്ങനെ വണ്ടി എടുക്കുന്ന സമയത്ത് തോന്നി ഹെൽമെറ്റ് എടുക്കണം എന്ന്. അപ്പൊ എനിക്ക് മറ്റു സംഭവം ഓർമ്മയുണ്ടല്ലോ, അവിടെ ഞാൻ ഹെൽമെറ്റ് എടുത്തു. ഹെൽമെറ്റ് എടുത്ത് ഞാൻ വണ്ടി എടുത്തു, ഇറങ്ങി, പോലീസിനെ കാണുക, ഞാൻ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഈ ബ്രദർ പറഞ്ഞില്ലേ എന്നാ, നമ്മുടെ ചിന്തകള് ഇപ്പൊ നമ്മള് ഈ മനസാക്ഷി, ഞാൻ ഇവിടെ പണ്ട് കേട്ടോണ്ട് ഇങ്ങനെ പറഞ്ഞു കേട്ടോണ്ട്, നമ്മുടെ മനസാക്ഷിയുടെ സ്വരം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്വരാന്നേ. മനസാക്ഷി ഉണ്ടല്ലോ, എന്നുവെച്ചാൽ നമ്മളൊരു തെറ്റിലേക്ക് പോകുമ്പം തെറ്റ് ചെയ്യരുത് എന്ന് നമുക്കൊരു തോന്നൽ വരും, നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു സാധനം വരും. നമ്മൾ അതിനെ അവഗണിക്കുമ്പോഴാണ് പിന്നെ അത് നമ്മൾ ചെയ്യുന്ന തെറ്റാവുന്നതേ. അപ്പോഴാണ് നമ്മൾ പാപത്തിലേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെ ആ ഒരു സാധനം ഉണ്ടെന്നുള്ളതേ. അപ്പൊ അങ്ങനെ പറഞ്ഞോ. അതായത് ഞാനിപ്പം അതായത് ഞാനിത് അതായത് നമ്മുടെ ബൈബിളിൽ വെച്ചില്ലേ, തന്റെ അഭീഷ്ടം അനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ദൈവമാണെന്നൊരു വചനമുണ്ട്. തന്റെ അഭീഷ്ടം അനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ദൈവമാണ്. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന പ്രേരണകളെ, പരിശുദ്ധാത്മാവ് തരുന്ന പ്രേരണകളെ നമ്മളിങ്ങനെ കേൾക്കുവാണെങ്കിൽ ഈ പ്രേരണ പിന്നെ വരും. പിന്നെ വരും. ഇപ്പൊ നമ്മുടെ ഉള്ളില് ഈ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അല്ലെ പിന്നെ പ്രാർത്ഥിച്ചേക്കാം എന്ന് പറഞ്ഞ് പിന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടന്നുറങ്ങും. പക്ഷെ അത് പിന്നെ ഉറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ ആ പ്രാർത്ഥിക്കാനുള്ള പ്രേരണ വന്നുകൊണ്ടിരിക്കും. അതിങ്ങനെ ഉറങ്ങി ചിലപ്പോൾ ആ പ്രാർത്ഥനയെ കൂടെ ആയിരിക്കും നമ്മൾ അടുത്ത ലെവലിലേക്ക് ഉയരാൻ പോകുന്നത്. നമുക്കൊന്ന് കുറച്ചുകൂടി എന്തെങ്കിലും സാധനങ്ങൾ വേണ്ടെന്ന് വെക്കാനുള്ള പ്രേരണയും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഒരു സാധനം പിന്നെ ഈ ഈ വരുന്ന പ്രേരണ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളില് ഈ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം കൂടുതൽ വെളിപ്പെടും. നമ്മളിങ്ങനെ ഈശോയെ സ്നേഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, ഈശോനെ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് ഈശോ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. പരിശുദ്ധാത്മാവ് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങും. ഈ കമ്മ്യൂണിക്കേഷൻ നമ്മളിങ്ങനെ പ്രോപ്പറായിട്ട് കേൾക്കുന്നുണ്ട്, ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പിന്നെ കമ്മ്യൂണിക്കേഷൻ നടക്കും. ആ കമ്മ്യൂണിക്കേഷൻ നമുക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈശോയിൽ വളരാനുള്ള ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മ പറഞ്ഞു തരും. സോ നമ്മൾ പരിശുദ്ധാത്മ വളരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ കേൾക്കുമ്പം ഉറപ്പായിട്ട് പരിശുദ്ധാത്മ നമ്മളോട് പ്രാർത്ഥിക്കാൻ പറയും, നമ്മളോട് കുർബാനയിൽ പോകാൻ പറയും, നമ്മളോട് കൃത്യമായിട്ട് കുമ്പസാരിക്കാൻ പറയും, നിങ്ങൾ ട്രാക്ക് തെറ്റി പോകുന്നുണ്ട്, ഇതെല്ലാം പറയും. ഇത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളുള്ള പരിശുദ്ധാത്മാവിനെ നമുക്കിങ്ങനെ വളർത്താൻ പറ്റും. സോ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പരിശുദ്ധാത്മാവിനെ വളർത്താം. നമുക്കൊന്ന് പ്രാർത്ഥിച്ച് കൺക്ലൂഡ് ചെയ്താലോ? ആക്ച്വലി ഒരു അധികം പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്ന് നിറയണമേ. ഞങ്ങളിപ്പം സംസാരിച്ച ഓരോ കാര്യങ്ങളെ സമർപ്പിക്കുന്നു. ഇപ്പൊ സംസാരിച്ച ഓരോ കാര്യം പരിശുദ്ധാത്മാവിനെ പറ്റിയാണല്ലോ. ഞങ്ങൾക്ക് ഇനിയും കൂടുതൽ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ജീവിക്കാനുള്ള കൃപ തരട്ടെ.
ഇനി കൂടുതൽ തീഷ്ണതയോടെ പരിശുദ്ധാത്മാവിനെ ദാഹിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ ഞങ്ങൾക്ക് കൃപ തരണമേ. പരിശുദ്ധമ്മേ മാതാവേ, ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മാവനെ നിറയ്ക്കണേ, എല്ലാവരെയും പരിശുദ്ധ അമ്മാവനെ നിറയ്ക്കണേ. ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി. ഞങ്ങൾക്ക് ഒരുമിച്ചല്ലാവേ. കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദരിദ്രത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.